നിങ്ങളൊരു കമ്പനി ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓർഗനൈസേഷൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ആ ഓർഗനൈസേഷന്റെ വാല്യൂ സിസ്റ്റം നമ്മുടെ സിസ്റ്റത്തിൽ കൊണ്ടുവരണം. പിന്നെ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ചെയ്തുകൊണ്ടാൽ മതി. അവിടെ ചെയ്യുമ്പോൾ എന്തെങ്കിലും റെസിസ്റ്റൻസ് വരികയാണെങ്കിൽ സ്വയം ചോദിക്കണം, ഷുഡ് ഐ കണ്ടിന്യൂസ് ദീസ് ജോബ്? അവിടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ വാല്യൂ സിസ്റ്റത്തിനെ അപ്പം തന്നെ നിങ്ങൾ മോഡിഫൈ ചെയ്യണം. കസ്റ്റമർ ഒന്ന് ചോദിക്കുന്നു, നിങ്ങളിപ്പോൾ ഇതിന് 100 രൂപ ചാർജ് ചെയ്യുന്നു, ഈ 100 രൂപ നിങ്ങൾക്ക് ഇതിനകത്ത് ഇല്ല, ഞങ്ങൾ അതിൻ്റെ ലാഭം എടുത്തിട്ട് 90 രൂപയുടെ ഞങ്ങൾക്ക് കൊടുക്കുള്ളൂ, 10 റുപ്പീസ് ലാഭം വന്നത്. ആക്ച്വലി കമ്പനി ചെയ്യുന്നത് ചിലപ്പം 25% ലാഭത്തിനായിരിക്കും വയ്ക്കുന്നത്. നിങ്ങൾക്ക് അതവിടെ പറയാൻ പറ്റുമോ? പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ ജോലി തെറിക്കും. അപ്പോൾ അവിടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതാ പറഞ്ഞ, ഒന്നെങ്കിൽ നിങ്ങൾ അവിടെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അവരുടെ വാല്യൂ സിസ്റ്റം നിങ്ങളുടെ വാല്യൂ സിസ്റ്റമായിട്ട് ചേഞ്ച് ചെയ്യുക. അവിടെ നിങ്ങളത് അതേ പറഞ്ഞേ പറ്റുള്ളൂ. കസ്റ്റമറോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റിയില്ല. ഇപ്പോൾ ഹോട്ടലിലൊക്കെ നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ കുക്ക് അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്, എന്തിനാ ഈ അടുക്കള അടച്ചിട്ടിരിക്കുന്നത്? നിങ്ങളെന്ത് അത് കാണിക്കാത്തത്? അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കില്ല. അപ്പം അതാണ് പോസിറ്റീവ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. പേരൻസ് കുട്ടികളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമോ? തുറന്നു പറയാൻ പറ്റത്തില്ല. ദർ ഈസ് എ പോസിറ്റീവ് ഇൻറ്റൻഷൻ അണ്ടർലൈങ് ഇൻ ദെയർ ബിഹേവിയർ. ഇങ്ങനെയാണ് ഈ പ്രീ സപ്പോസിഷനൊക്കെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. ഫെയിലിയർ ഈസ് എ ലേണിംഗ് ലെസൺ എന്ന് പറഞ്ഞു. ലേണിംഗ് ലെസൺസ് ആണ്. പരീക്ഷയ്ക്ക് തോറ്റു പോയിട്ട് ഇങ്ങനെ ലേണിംഗ്, എൻ്റെ കാശും പോയി, ഓപ്പർച്യൂണിറ്റിയും പോയി, ഇനിയൊക്കെ അവിടെ ജോലി കിട്ടാനും പോകുന്നില്ല. അപ്പോൾ അതിനകത്തുനിന്നൊരു പാഠം പഠിച്ചു. ഇനി വേറെ എവിടെയെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഇപ്പം 35 വയസ്സാണ് നമ്മുടെ ഏജ് ലിമിറ്റ് വെച്ചത്. 35 വയസ്സാകുമ്പോൾ പരീക്ഷ എഴുതുന്നു. ഇസ് എ ലേണിംഗ് ലെസൺ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് അപ്ലൈ ചെയ്യാനും പോലും പറ്റിയല്ല, തീർന്നു. അപ്പോൾ പിന്നെ അതിങ്ങനെ സൂട്ടാതെ എന്ത് ചോദിക്കും? ഇല്ലേ? അത് ജീവിതത്തിലാണ് നമ്മളെ സൂട്ടാകുന്നത്, അല്ലാണ്ട് ആ പരീക്ഷയിലല്ല. പിന്നീട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് യു വിൽ ബിക്കം വൺ വിത്ത് NLP. യു വിൽ ബിക്കം NLP എന്ന് പറഞ്ഞ സാധനങ്ങൾ.